നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ GST ആക്ട് പ്രകാരം ഇൻപുട്ട് ടാക്സിനെ പറ്റിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ടാക്സ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ടാക്സ് ഇൻപുട്ട് ടാക്സ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന്. അതായത് ഇൻപുട്ട് ടാക്സ് നമ്മൾ ടാക്സ് അടച്ചിട്ടൊക്കെ ഒരു സാധനം വാങ്ങുന്നുണ്ടാവുക, നമ്മൾ വിൽക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടാവും. ഇത് രണ്ടുമുള്ള ഡിഫറൻസ് ആണ് ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, അടയ്ക്കുന്നത്, സർക്കാരിലേക്ക് അടയ്ക്കുന്നത്. നമ്മൾ അടച്ച ഈ പർച്ചേസിൻ്റെ ഇൻപുട്ട് ടാക്സ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിലേക്ക് ക്ലെയിം ചെയ്ത് വരും. അപ്പോൾ സെക്ഷൻ 16 ഓഫ് ദി GST ആക്ടിലാണ് ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. 16-4-16 ഇത് പറയുന്നത്. 16 പറയുന്നത്. 16 പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 കണ്ടീഷൻസ് നമുക്ക് പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് നിർബന്ധമായിട്ടും ഒരു ടാക്സ് ഇൻവോയ്സ് നിർബന്ധമായിട്ടും വേണം. 2, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ്, നമ്മൾ കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ നിന്ന് കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ഇത് ഇൻപുട്ട് ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അത് മറ്റുള്ളവരെ അറിയിച്ചിരിക്കണം. അതായത് ഏത് ഗുഡ്സിനാണോ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുന്നത് അതിൻ്റെ ഗുഡ്സ് നമുക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ ആരുടെ അടുത്താണോ സാധനം വാങ്ങിച്ചത് അതിൻ്റെ പേയ്മെൻറ്റും നമ്മൾ നടത്തിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, ഒരാളുടെ അടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇൻപുട്ട് ടാക്സാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അയാൾക്ക് നമ്മൾ പേയ്മെൻറ്റ് 150 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അഥവാ നമ്മൾ 150 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ റിവേഴ്സ് ചെയ്യണം, വിത്ത് ഇൻട്രസ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. പേയ്മെൻറ്റ് നമ്മൾ 150 ദിവസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ അഥവാ നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക. ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യും. എല്ലാ മാസവും നമ്മൾ GSTR 1 ഫയൽ ചെയ്യും, 3Bയും ഫയൽ ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. 1 എന്ന് വെച്ചാൽ നമ്മൾ സെയിൽസിൻ്റെ മുകളിൽ വരുന്ന ഒരു റിട്ടേൺ ആണ് 1. 3B എന്ന് വെച്ചാൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഇതാണ്. നമ്മൾ 1 ഫയൽ ചെയ്യുന്നത് എല്ലാ മാസവും ഈ മാസത്തെ റിട്ടേൺ അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യും. 3B നമ്മൾ ഫയൽ ചെയ്യുക 20-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ ഫയൽ ചെയ്യുക. ഈ 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഈ ഗുഡ്സ് നമ്മളെ ഡാറ്റ നമ്മൾ ആരുടെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡാറ്റ മറ്റേ പാർട്ടിക്ക്, അതായത് നമ്മൾ വിൽക്കുന്നത് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, അയാൾക്ക് ഇതിൻ്റെ ഡാറ്റ നമ്മൾ പോകുന്നുണ്ടാവും. അതേമാതിരി നമ്മൾ വാങ്ങിച്ച സാധനം അയാൾക്ക് സെയിലായിരിക്കും. അയാൾ 1 ഫയൽ ചെയ്യും. അയാൾ 1 ഫയൽ ചെയ്യുമ്പോൾ അത് നമുക്ക് പർച്ചേസ് ഇൻപുട്ടായിട്ട്. അപ്പം നമുക്ക് ഈ 1 ഫയൽ ചെയ്താൽ അത് 2B എന്ന് പറഞ്ഞ റിട്ടേൺ ഉണ്ട്. 2B എന്ന് റിട്ടേൺ, അതായത് നമ്മൾ ഫയൽ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം ക്ലിയർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 2Bയിലേക്ക് നമ്മൾ 12-ാം തീയതി 13-ാം തീയതി ആകുമ്പോഴത്തേക്ക് അത് വരും. അടുത്ത മാസം 12-ാം തീയതി 13-ാം തീയതി വരും. അത് വന്നാൽ മാത്രമേ, അതായത് നമ്മൾ വിറ്റ സാധനത്തിൻ്റെ ഡാറ്റ മറ്റേ ആൾക്ക് പർച്ചേസായിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ 2Bയിൽ അത് വന്നിരിക്കണം. 2Bയിൽ അത് വരാത്തിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2Bയും 1ഉം എപ്പോഴും മാച്ചിങ് ആയിട്ട് നമ്മൾ പോകണം. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ മാസം അയച്ചു അത് അവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ 2Bയിൽ വന്നാൽ മാത്രമേ നമുക്കത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സപ്ലയർ, നമ്മൾ ആർക്കാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്താണോ വാങ്ങുന്നത്, അയാൾ 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 നമ്മൾ 2Bയിൽ എത്തിയാൽ മാത്രമേ നമുക്കത് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കത് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവരുടെ 1ഉം നമ്മൾ 2Bയും ഒരു മാച്ചിങ് ആയിട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇനി 1ഉം 2Bയും മാച്ചിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇത് മാച്ചിങ് അല്ലാത്ത കാര്യം, ഇപ്പോൾ GSTR 1 2B അല്ലെങ്കിൽ GSTR 3Bയും 2ഉം മാച്ചിങ് അല്ലാണ്ട് പോവുക. ഇങ്ങനെ മാച്ചിങ് അല്ലാണ്ട് പോകുന്ന സമയത്ത് GST ഓഫീസർക്ക് അത് നോട്ടീസ് അയക്കാനുള്ള ഒരു ഇതുണ്ട്. അതായത് മാച്ചിങ് ആയിട്ട് തന്നെ പോകണം. 2ഉം 3ഉം അല്ലെങ്കിൽ 1ഉം 2ഉം മാച്ചിങ് ആയിട്ട് തന്നെ പോവുക. അതായത് നമ്മൾ വിറ്റ സാധനം വാങ്ങിയ സാധനത്തിൻ്റെ ഇപ്പോൾ 2ൽ കാണുന്ന ഇൻപുട്ട് നമ്മളെ മറ്റേ ഇതായിട്ട് 3ൽ നമ്മളെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന അതുമായിട്ട് മാച്ചിങ് ആയിട്ട് പോകണം. മാച്ചിങ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ GST ഓഫീസർക്ക് സെക്ഷൻ 73-74 പ്രകാരം നോട്ടീസ് അയക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. സ്കോപ്പ് എന്ന് വെച്ചാൽ പെനാൽറ്റി അടക്കം അതിന് ഇൻട്രസ്റ്റ് സ്കോപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ 73ൽ നമ്മൾ സാധാരണഗതിയിൽ വരുന്നതും 74ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൾസ് ആയിട്ട്, അതായത് ഫേക്കായിട്ടും ഫോൾസ് ആയിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനാണ് 74ൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും 74 കുറച്ചും കൂടി ഹാർഷ് ആയിട്ടുള്ള സെക്ഷനാണ്, 73 കുറച്ചും കൂടി ഒരു മൈൽഡ് ആയിട്ടുള്ള സെക്ഷനാണ്. പക്ഷേ രണ്ടിലും നമുക്ക് ഇൻട്രസ്റ്റും പെനാൽറ്റിയും എല്ലാം വരുന്നുണ്ട്. അത് നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് മാച്ചിങ് ആയിട്ടും റീകൺസൈൽ ചെയ്തും നമ്മൾ പോകും. അതായത് അതാത് മാസത്തിൻ്റെ റിട്ടേൺസ് എപ്പോഴും കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. അതിൻ്റെ പർച്ചേസും സെയിൽസും മാച്ചിങ് ആയിട്ട് കൊണ്ടുപോകുക. 2ൽ കാണുന്നതിന് 3ൽ വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷേ അതിൻ്റെ റീകൺസിലേഷൻ എങ്കിൽ നമ്മൾ ആക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾക്കത് നാളെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് നമ്മളെ 2Bയിൽ നമ്മളിപ്പോൾ ഈ മാസം എടുത്തൊരു സാധനം നമുക്ക് ഫയൽ ചെയ്യാൻ ഇൻപുട്ട് എടുക്കാൻ നമ്മൾ വിട്ടുപോയി, അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നതിൽ കാണിക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നമ്മളത് ആനുവൽ റിട്ടേണിന് മുമ്പ്, അതായത് ഈ വർഷത്തെ റിട്ടേൺ അടുത്ത വർഷം നവംബറിന്
അതായത് ഇപ്പം 25-26 ഒരു റിട്ടേൺ ആണെങ്കിൽ 26 നവംബറിന് മുമ്പാണ് നമ്മളത് ഡിസംബർ 31 മുമ്പ് നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആനുവൽ റിട്ടേണിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേണിലോ അതിൻ്റെ ഒരു എഡിറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ നമ്മൾ കാണിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യണം. 26 ഡിസംബറിന് ശേഷം നമുക്ക് ഈ ഇൻപുട്ടിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ 26 ഡിസംബറിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ലോസായി, പിന്നെ നമുക്കത് കിട്ടില്ല, നമുക്കത് നഷ്ടമായിട്ട് തന്നെ വരും. അപ്പോൾ കഴിയുന്നതും നമ്മൾക്ക് മറന്നുപോയാൽ തന്നെ നമ്മളത് ആനുവൽ റിട്ടേണിൽ, അതായത് അടുത്ത കൊല്ലം ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സബ്സിക്വൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഡിസംബറിന് മുമ്പ് അത് ആനുവൽ റിട്ടേണിൽ ഒരു റോങ് ഇൻഫർമേഷനായിട്ട് വന്നിട്ട് അതിൻ്റെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ അടക്കേണ്ടി വരിക. നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുക, ഇൻപുട്ട് ക്ലെയിം ചെയ്ത് ഔട്ട്പുട്ട് അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ആ ടാക്സ് നമ്മൾ GST ലെഡ്ജർ ത്രൂ ആയിട്ട് ക്യാഷ് ആയിട്ടോ നമ്മൾ അടക്കേണ്ടി വരും. ഈ നമ്മൾ ഇൻപുട്ടിനെ നമുക്ക് റിട്ടേണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള സംഭവം ഉണ്ടാവും, ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ അടക്കണ്ടൂ. ഇനി അഥവാ നമുക്കത് കൂടുതലാണ്, ഒരു പ്രാവശ്യം നമുക്ക് പർച്ചേസ് കൂടുതലാണ്, സെയിൽസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഏത് കൊല്ലം അടുത്ത മാസങ്ങളിൽ നമുക്കത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ ആ റിട്ടേൺസ് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ ഈ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തെ പണ്ട് നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് GST റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാനും പറ്റില്ല, നമുക്ക് ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക, ഇൻപുട്ട് എടുക്കുമ്പം ബില്ലും എല്ലാം പ്രോപ്പറായിട്ട് വെക്കുക, അതിൻ്റെ സ്റ്റോക്ക് റെക്കോർഡ്സ് വെക്കുക, അതിൻ്റെ 2ൽ വരുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുക, 2ഉം 3ഉം എപ്പോഴും മാച്ചിങ് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ റീകൺസിലേഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് GST ഇൻപുട്ടിൽ ഇത് വരും. ഫാൾസ് ബില്ലായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഇൻപുട്ടിൽ ചെയ്യരുത്. പിന്നെ അഥവാ നമ്മളിപ്പോൾ വിട്ടുപോയാൽ തന്നെ അടുത്ത സബ്സിക്വൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിന് മുമ്പായിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷനും മറ്റേതിനും വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗൈൻ രതീഷ് സൈനിങ് ഓഫ്.